പ്രത്യേകിച്ച് ഒരു കറിയും ഇല്ലാതെ തന്നെ കഴിക്കാവുന്നതും നല്ല രുചിയുമുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് സേമിയ ഉപ്പുമ. അതിനായി ആദ്യം ഒരു കടായി എടുത്ത് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്യണം. നെയ്യിൽ സേമിയ റോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഉപ്പുമാവ് ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ അല്പം തിക്കായിട്ടുള്ള സേമിയ തന്നെ നോക്കി മേടിക്കണം. ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയ എടുത്താൽ വെന്ത് വരുമ്പോൾ കുഴഞ്ഞു പോകും. സേമിയ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരെയേ റോസ്റ്റ് ചെയ്യാവൂ. ഇതേ കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ ഓയിലോ ഒഴിക്കുക. ഇതിലേക്ക് കുറച്ച് നിലക്കടല ഇട്ട് വറുത്തെടുക്കാം. വേണമെങ്കിൽ അല്പം കശുവണ്ടി കൂടി ഇട്ട് വറുത്തെടുക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് അല്പം കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് 2 3 പത്തലമുളക് ഒന്ന് മുറിച്ചിട്ടിടുക. ഇല്ലെങ്കിൽ മുളക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക് എന്നിവ ചേർത്ത് ഇളക്കുക. 1 മീഡിയം സൈസ് സബോള ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റുക. ഇനി കറിവേപ്പില കൂടി ചേർക്കുക. ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ മട്ടർ എന്നിവ ചേർത്ത് വഴറ്റുക. ഈ പച്ചക്കറി എല്ലാം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും 2 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം കൂടിയാൽ സേമിയ കുഴഞ്ഞു പോകും. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന സേമിയ ചേർത്ത് സാവധാനത്തിൽ ഇളക്കുക. ഇല്ലെങ്കിൽ സേമിയ പൊടിഞ്ഞു പോകും. ഇനി മൂടി വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വേണം മൂടി വയ്ക്കാൻ. ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്നു നോക്കുക. നടുക്ക് ഒരു സ്പൂണോ തവിയോ വെച്ച് വകഞ്ഞു ഒന്ന് മാറ്റി നോക്കി വെള്ളം വറ്റിയെങ്കിൽ ഒരു തവി കൊണ്ട് ചെറുതായി സാവധാനത്തിൽ ഇളക്കുക.
വെള്ളമയം ഉണ്ടെങ്കിൽ തുറന്ന് 1-2 മിനിറ്റ് കൂടി വയ്ക്കുക. സേമിയ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്തു വെച്ചിരുന്ന നിലക്കടല ചേർത്ത് ഇളക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കുക. ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയിൽ വെച്ചാൽ പുതുതായി പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വരെ നല്ല പെർഫെക്റ്റായി ഒട്ടിപ്പിടിക്കാത്ത നല്ല രുചിയുള്ള സേമിയ ഉപ്പുമാവ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പം അടുത്ത നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം.